പലപ്പോഴും നാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവരുടെ സ്വന്തം വീട്ടുകാർ, സ്വന്തം ഭവനക്കാർ അവർക്ക് ശത്രുക്കളായി തീരുന്നത് നാം കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ശത്രുക്കളെപ്പോലെ ഒരു കാലഘട്ടത്തിൽ അവർക്കെതിരായി പ്രവർത്തിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പല ഭവനങ്ങളിലും, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എന്തു കാര്യം കൊണ്ടായിരിക്കും ഇങ്ങനെയൊരു സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുവാനുള്ള കാരണം, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മയോടും എതിർത്ത് നിൽക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവന് ശത്രുക്കൾ ആകും എന്ന. പ്രവാചകനായിരിക്കുന്ന മീഖ മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ എന്ന് തറപ്പിച്ചു പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, അവൻ്റെ വീട്ടുകാർ അവൻ്റെ ശത്രുക്കൾ ആകും എന്നുള്ളതായ പദപ്രയോഗത്തോടു കൂടിയാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം, പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ ശിഷ്യത്വം അഥവാ ക്രിസ്തുയേശുവിൽ ആഴത്തിലുള്ളതായ വിശ്വാസം പലപ്പോഴും ഭിന്നതകൾ സൃഷ്ടിക്കും. ഭിന്നതയെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന് ഉണ്ടാകുന്നതായ പ്രതികൂലങ്ങൾ, ആ കുടുംബങ്ങളുമായിട്ട് ഉണ്ടാകുന്നതായ ഭിന്നതകൾ, അത് എതിർപ്പുകളിലേക്കും പീഡകളിലേക്കും ഒറ്റിക്കൊടുക്കലിലേക്കും വരെ പോയതായ സാഹചര്യം നമ്മുടെ ചുറ്റുപാട് ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തേക്കാൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ, നിർബന്ധിതമായി പറയുമ്പോൾ, അത് വിശ്വാസ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാകുവാൻ ഇടയുള്ളത് കൊണ്ട് ഭിന്നതകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതായ ഈ 2 വചനങ്ങളും ഒന്ന് നാം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇത് വ്യക്തിജീവിതങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആന്തരികമായ ദുഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു ആത്മീക സംഘർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ദൈവത്തോടുള്ളതായ വിശ്വസ്തത പോലെ തന്നെ കുടുംബത്തോടുള്ളതായ പ്രതിബദ്ധത പങ്കിടാതെ വരുമ്പോൾ അത് സംഘർഷത്തിന് കാരണമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം.
ഏറ്റവും അടുപ്പമുള്ളതായ ബന്ധങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നതായ എതിർപ്പുകൾ ഭിന്നതയ്ക്കും വിഭജനത്തിനും കാരണമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മനുഷ്യൻ്റെ ചരിത്രാതീത കാലം മുതൽ മാനവ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രാഥമിക സാമൂഹിക ഒരു യൂണിറ്റായിരുന്നു കുടുംബമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ളതായ കുടുംബങ്ങളിൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വന്തം വീട്ടുകാർ തന്നെ വളരെയധികം പ്രതികൂലങ്ങൾ കൊണ്ടുവന്നിടുന്നതായി കാണും. പലപ്പോഴും മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഒരളവിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് വിശ്വാസത്തെ ചൊല്ലിയുള്ളതായ ഭിന്നതകൾ. അതായത് തൻ്റെ കുടുംബം നിൽക്കുന്നതായ വിശ്വാസത്തിന് വിപരീതമായി ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അവർക്കിടയിലുള്ളതായ ഭിന്നതയ്ക്ക് കാരണമായിട്ട് വരുന്നു. ഇനിയും മുമ്പ് ക്രിസ്ത്യാനിയായിരിക്കുകയും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തിരുവചന സത്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഈ പ്രതികൂലമുണ്ടാകും. അതായത് തൻ്റെ കുടുംബം പാരമ്പര്യമായി നിന്നതായ സഭകളെ വിട്ട് വേർവിട്ട് തിരുവചനത്തിൻ്റെ സത്യം അനുസരിച്ച് വിശ്വാസ ജീവിതം തീഷ്ണതയോട് തുടങ്ങുമ്പോൾ അത് അവർക്കിടയിൽ ഭിന്നതകൾക്കും പൊരുത്തക്കേടുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ശത്രുക്കളെപ്പോലെ പെരുമാറുന്നതിനും കാരണമാകാറുണ്ട്. ഇത് വ്യത്യസ്തമായ ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ ഇടയിലും അവർക്കിടയിലും ഈ പറയപ്പെട്ടതായ ഭിന്നതകളും ഈ പറയപ്പെട്ടതായ വേർതിരിവുകളും ഈ പറയപ്പെട്ടതായ പ്രതികാര ചിന്തകളും ഉടലെടുക്കുവാനിടയുണ്ട്. രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തീരാറുണ്ട്. അതായത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതിന് ശേഷം ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ പല കുടുംബാംഗങ്ങളും ആ വ്യക്തിക്കെതിരെ സംസാരിക്കുവാനും ആ വ്യക്തിക്കെതിരെ പറയുവാനും കുറ്റം ചാർത്തുവാനും ഒക്കെ ഇടയായിത്തീരും. കാരണം അവരുടെ ആഗ്രഹം ഇദ്ദേഹം കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് വന്നതായ വ്യക്തി കുടുംബത്തിന് നന്നായി പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിലും അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവരാഗ്രഹിക്കുന്ന അളവിൽ എത്തിച്ചേരുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവരെന്തു ചെയ്യും? ഇങ്ങനെയുള്ളതായ വ്യക്തികൾക്ക് എതിരായിട്ട് മാറും. ഇത് ദൈവത്തെക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതായ ചിന്ത ഭരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളതായ ചിന്തകൾ പലപ്പോഴും അതിവിദൂരമായ ഭാവിയിൽ വ്യക്തിജീവിതങ്ങളുടെ ജീവിതത്തിൽ അത് ഭവിഷ്യത്തുകൾ കൊണ്ടുവരുവാനിടയായിട്ടുണ്ട്. പലപ്പോഴും സ്വത്തുകൾ ഭാഗം വെക്കുമ്പോൾ വീട്ടിലെ പൊതുവായ കാര്യങ്ങൾക്ക് താൻ അറിയേണ്ടതായ വിഷയങ്ങൾ തന്നിൽ നിന്ന് മറച്ചു വെക്കുകയും പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്വത്ത് വിഭജനത്തിൻ്റെയും മറ്റു തരമായ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവനെ വിളിക്കണ്ട, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവന് ദൈവം കൊടുത്തോളും എന്നുള്ളതായ ഒരു അവഹേളന ഭാഷയിൽ സംസാരിച്ച് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ വ്യക്തികളിൽ നിന്ന് കുടുംബക്കാർ അവരെ അകറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമതായിട്ട്
ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായ വ്യക്തി ജീവിതങ്ങൾ, വിശ്വാസികൾ ഓർക്കേണ്ടത്, നിങ്ങളൊരു ആത്മീക യുദ്ധക്കളത്തിലാണ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സ്വന്തക്കാരോ നിങ്ങളുടെ മാതാപിതാക്കന്മാരോ നിങ്ങളുടെ സഹോദരന്മാരോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് വലിയ വിദ്വേഷമുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ ആന്തരികമായ ഒരു ദുഷ്ടത അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിട്ട് ആ ദുഷ്ടതയെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീക യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ആത്മീകമായ യുദ്ധക്കളത്തിലാണ്. ദൈവത്തോടുള്ളതായ വിശ്വസ്തത, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ കാണിക്കേണ്ടതായ പ്രതിബദ്ധത, ഇത് അസ്തമിച്ചു എന്നവർക്ക് തോന്നലുണ്ടാകുമ്പോൾ അവിടെ നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെടുവാനിടയായിത്തീരുന്നു. എഫെസ്യ ലേഖനക്കാരൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യങ്ങളെ നേരിടുന്നത് ജീവിതത്തിൽ വിജയം കൊണ്ടുവരുവാനിടയാകും. നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും കർത്താവിനെ അറിഞ്ഞ് ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതായ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ വീട്ടുകാർക്ക് നന്നായിട്ടറിയാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പഴയ സ്വഭാവം, നിങ്ങൾ എങ്ങനെയായിരുന്നുവോ, നിങ്ങളുടെ സ്വഭാവം ഏതു വിധമായിരുന്നു, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തതാണ്, ഒരുപക്ഷെ നിങ്ങൾ മുൻകാലങ്ങളിൽ ഭവനത്തിനെതിരെ ചെയ്തതായ തെറ്റുകൾ ഇത്യാദി കാര്യങ്ങളെയെല്ലാം നന്നായിട്ടറിയാവുന്ന വ്യക്തികളാണ് നിങ്ങളുടെ കുടുംബക്കാർ. അത് മുഖാന്തരം ഒരുപക്ഷെ ജനുവിനായിട്ടുള്ളതായ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ മനസ്സിലാക്കുവാനോ അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുവാനോ വീട്ടുകാർക്ക് കഴിയാതെ വരുന്നു. അപ്പോൾ അത് എതിരിന് കാരണമാകുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശുവിനെ തൻ്റെ സ്വന്തം സഹോദരന്മാർ അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവന് വിരോധമായിട്ട് അവൻ്റെ അമ്മയും സഹോദരന്മാരും സംസാരിക്കുവാനായിട്ടിടയായിത്തീർന്നു. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും നമുക്കിത് കാണുവാനായിട്ട് കഴിയും. ഇനി ഏറ്റവും നല്ല ഉദാഹരണത്തിൽ ഒരു ഉദാഹരണമാണ് യോസഫ്. യോസഫിനെ തൻ്റെ സഹോദരന്മാർ പകയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ്റെ ആത്മീക ജീവിതത്തിന് എതിരായിട്ട് അവൻ്റെ സഹോദരന്മാർ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലും യോസഫിലും നാം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവരനുഭവിച്ചതായ വേദനകളിൽ അവർ അതിൽ ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കുകയോ അവരുടെ സഹോദരന്മാർക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരെ ആക്കിയിടത്ത് അവരനുഭവിച്ച വേദനകളുടെ മധ്യത്തിൽ അവർ വിശ്വസ്തരായി നിൽക്കുകയും പിൽക്കാലത്ത് യോസഫിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും തന്നെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞതായ സഹോദരന്മാർ തൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നതായിട്ട് നാം കാണുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഒന്നോർക്കുക, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവൻ്റെ സ്വന്തം വീട്ടുകാർ തന്നെയാണ്. എന്നാലും ഈ പ്രതികൂലത്തിൽ തളരാതെ നിന്നാൽ ശുഭകരമായ ഒരു ഭാവി അതിവിദൂര കാലത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ദൈവം നല്ലൊരു ഭാവി നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തിൽ ഉറച്ച് പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് മുന്നേറാം.